അടുത്ത ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ സർവീസാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ശുശ്രൂഷകളിലും തികഞ്ഞ ദൈവസാന്നിധ്യം വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. നമുക്ക് ദൈവം തരുന്ന അനേക അനുഗ്രഹങ്ങൾ, ദാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം ദാനമാണ് തലമുറ എന്നുള്ളത്. ആ നല്ല ദാനങ്ങൾക്കായി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കരയറ്റാം. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവം നമുക്ക് തന്ന ദാനങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഇതൊരു സ്തോത്ര ശുശ്രൂഷയാണ്. അടുത്തതായി ദൈവം തന്ന ദാനങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, അതാണ് ഡെഡിക്കേഷൻ. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ദൈവം തന്ന ദാനത്തെ ദാതാവിന് സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞൊരു പക്ഷേ ഈ ശുശ്രൂഷ ആ കുഞ്ഞിനെ മനസ്സിലാക്കുവാൻ ഒരു പക്ഷേ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരുടെ മാതാപിതാക്കൾ ആലയത്തിൽ അവരെ കൊണ്ടുവന്ന് സമർപ്പിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അടുത്തതായിട്ട് ഇതൊരു തീരുമാനത്തിൻ്റെ ശുശ്രൂഷയാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ പ്രിയ റിനോയ് ആൻ അവർക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, ഇത് നമ്മെ എല്ലാവരും ഓർപ്പിച്ചുണർത്തുന്ന ഒരു ശുശ്രൂഷയും കൂടെയാണ്. ആ ഒരു പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ആയിരിക്കുമ്പോൾ കോയർ ഈ സമയത്ത് ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആ സമയത്ത് ദയവായി ദൈവമക്കളെല്ലാവരും ഒന്ന് എഴുന്നേൽക്കാമോ? ആ സമയത്ത് മാതാപിതാക്കൾ കുഞ്ഞുമായിട്ട് മുന്നോട്ടേക്ക് കടന്നു വരാം. അവരുടെ ഗ്രാൻഡ് പേരൻസിനും അവരോടൊപ്പം ഇവിടെ വന്നിരിക്കാം. മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിടും ഉന്നതനമുടയവരേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാ താങ്ങിടും ഉന്നതനമുടയവരേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവരേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവരേ. ഉന്നതനമുടയവരേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദിവസം ഇരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സഭയിൽ അനേക കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ചില വർഷങ്ങളായി സമർപ്പിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവസഭയ്ക്ക് ദൈവം തലമുറകളെ തരുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഓർപ്പിച്ച പോലെ ഈ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ ലഭിച്ചതിലുപരി ദൈവസഭയ്ക്ക്, നമുക്കറിയില്ല കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതൽ, ഈ കുഞ്ഞ് ആരാകുമെന്ന് ഇപ്പോൾ പേരൻസിന് അറിയാതിരിക്കുമ്പോൾ ദൈവം മുന്നമേ എല്ലാം കണ്ടിട്ടുണ്ട്, അറിയുന്നുണ്ട് ഈ കുഞ്ഞ് ആരാകും. അത് കൂടുതലായി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ദൈവം വളരെയധികം അനുഗ്രഹിച്ച്
കർത്താവ് നിറയ്ക്കുവാൻ വിശ്വസ്തൻ. ചുരുക്കം മിനിറ്റുകൾ ഈ കുഞ്ഞുമായും അപ്പോൾ തന്നെ തലമുറകളുമായി ബന്ധപ്പെട്ട് ദൈവം തന്ന ഒരു ആലോചന പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പേരാണ് ഈ കുഞ്ഞിന് മാതാപിതാക്കൾ ഇട്ടിരിക്കുന്നത്. ബെഞ്ചമിൻ എന്നാണ്. ബെഞ്ചമിൻ എന്നുള്ള പേര് സോ ഫെമിലിയർ. I really appreciate dear parents. You have chosen a very good name. It's a biblical name, meaningful name. ഇന്നത്തെ കാലത്ത് പല പേരൻസും കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ഈ പേര് ഫെമിലിയർ ആകാൻ പാടില്ല. അതുകൊണ്ട് ഡിക്ഷണറിയും പലതുമൊക്കെ, ഡിക്ഷണറി അല്ലല്ലോ, ബേബി നെയിംസിൻ്റെ ബുക്കൊക്കെ നോക്കി മനസ്സിലാകാത്ത പല പേരുകളൊക്കെയും തപ്പുമ്പോൾ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നല്ല അർത്ഥവത്തുള്ള ദൈവസാന്നിധ്യമുള്ളൊരു പേര്. കർത്താവ് സഹായിക്കട്ടെ. നാം കുഞ്ഞുങ്ങൾക്കിടുന്ന പേര് അതിന് അർത്ഥമുണ്ട്, അതിൽ ദൈവസാന്നിധ്യമുണ്ട്. ഈ കുഞ്ഞ് വളരുമ്പോൾ അതിന് പല ഡിസിഷൻസ് എടുക്കാൻ കഴിയും. ആ കുഞ്ഞിനെ ലഭിക്കുന്ന വിദ്യാഭ്യാസം അനുസരിച്ച്, വളർച്ചയനുസരിച്ച് ഭാവിയിൽ ഇവരെക്കാൾ കൂടുതൽ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു പേരാണ് അവൻ്റെ പേരെന്നുള്ളത്, അല്ലേ? അല്ലേ, നമുക്കൊക്കെ പല കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ പേര് ഇന്നത്തെ കാലത്ത് പലരും പേരൊക്കെ മാറ്റുന്ന ഒരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. എങ്കിലും ഞാൻ മെജോറിറ്റി. അപ്പോൾ അത് പേരൻസിൻ്റെ വലിയൊരു ഡിസിഷനാണ്. അതുപോലെ ഒരു ഡിസിഷനാണ്. കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ, നിങ്ങളൊക്കെ വളരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട പങ്കാളിയെ അതും പ്രാർത്ഥിച്ച് പേരൻസൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ പേരും വളരെ അർത്ഥമുള്ളൊരു പേരാണ്. ബെഞ്ചമിൻ എന്നുള്ള പേര് വചനത്തിൽ കാണുമ്പോൾ അധികം പേരൊന്നുമില്ല. സ്തോത്രം. യാക്കോബിൻ്റെ ഇളയ ആൺപൈതൽ ബെഞ്ചമിൻ. പക്ഷെ ആ കുഞ്ഞിനിട്ട പേര് ബെഞ്ചമിൻ എന്നല്ലായിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ടാലൻ്റ് ടെസ്റ്റിൻ്റെ ഒക്കെ ടൈമാണല്ലോ. ബെനോനി. വാട്ട്സ് ദ മീനിങ് ഓഫ് ബെനോനി? സൺ ഓഫ് സോറോ, സങ്കടപുത്രൻ. ആരെങ്കിലും ഇടുവോ അങ്ങനെയുള്ള പേര്? ആരും ഇടത്തില്ല. പക്ഷെ അങ്ങനെ സങ്കടകരമായ ഒരവസ്ഥ ഉണ്ടായി അവിടെ. പക്ഷേ ഒരു നല്ല പിതാവ് തീരുമാനിച്ചു, ഇവൻ ബെനോനിയായിട്ട് വളരേണ്ടവനല്ല, ഇവൻ സങ്കടപുത്രനായിട്ട് വളരേണ്ടവനല്ല. അവൻ്റെ പേര് മാറ്റി ബെഞ്ചമിൻ എന്നാക്കി. ബെന്യാമീൻ. വാട്ട്സ് ദ മീനിങ് ഓഫ് ബെഞ്ചമിൻ? കറക്റ്റ്. സൺ ഓഫ് ദി റൈറ്റ് ഹാൻഡ്. ഹല്ലേലൂയ. രക്തതാഴ്ചയും വലത്ത് ഭാഗത്തുള്ള എൻ്റെ വലങ്കൈയാണ് ഈ പൈതൽ. കുഞ്ഞിനെ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞാട്ടോ, എൻ്റെ വലങ്കയ്യാ. വലങ്കൈ ശക്തിയുടെ, തീരുമാനത്തിൻ്റെ, പ്രവൃത്തിയുടെ നിദാനമാണ്. ഹല്ലേലൂയ. പിതാവിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ പുത്രൻ ഇരുന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? മധ്യസ്ഥത ചെയ്യുക, അല്ലേ? സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മളെയൊക്കെ നോക്കി പറയാട്ടെ, ഇവൻ എൻ്റെ വലങ്കയ്യ. സ്തോത്രം. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അർത്ഥം പോലെ തന്നെ വിനോയ്മോനെ, ആനെ, ഈ കുഞ്ഞ് നിങ്ങളുടെ വലങ്കയായിട്ട് തീരട്ടെ. സ്തോത്രം. ദ സെക്കൻഡ് മെസ്സേജ് അബൌട്ട് ബെഞ്ചമിൻ. ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 44:22. ഒന്നാമത്തെ മെസ്സേജ്, സൺ ഓഫ് സോറോ വിൽ ബി ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഫാദർ. ദ സെക്കൻഡ് മെസ്സേജ്, ഞങ്ങൾ യജമാനനോട് ബാലൻ അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. എന്നെ വളരെ ടച്ച് ചെയ്തൊരു പദമാണ്. നമുക്ക് ഈ കോണ്ടസ്റ്റ് അറിയാം. മിസ്രൈമിൽ യോസഫിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യോസഫ് ചോദിക്കും, നിങ്ങളുടെ സഹോദരൻ എവിടെ? അപ്പോൾ ഒരു സഹോദരൻ പറയുന്ന ഒരു വാക്കാണ്, സോറി, മറ്റെന്തും ഞങ്ങൾ വേണേൽ തരാം, പൈസ തരാം, കൊണ്ടുവരാം, പക്ഷേ ബെഞ്ചമിനെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. കാര്യം എന്നാ? അവനെ അപ്പനെ പിരിഞ്ഞിരിക്കാൻ എന്ന് വെച്ചാൽ അപ്പൻ്റെ ഫേവറേറ്റ് സണ്ണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, അപ്പൻ്റെ ഫേവറേറ്റാന്ന് പറഞ്ഞു. ഇതിനകത്ത് ആരൊക്കെയുണ്ട് അപ്പൻ്റെ ഫേവറേറ്റ്? എന്നാ ഒരു മൗനം. കുഞ്ഞുങ്ങളെ, do you have that confirmation? Are you favorite of your dad and mom?
how you can be a favorite. Sanu, how you can be a favorite child of your dad? By obedience? Pinne, Jeffrey? He's my favorite, definitely. No, how you can become favorite of your dad? Yes, following his likeness. Any other? David, നീ ഫേവററ്റ് ആണല്ലോ. ആയിരിക്കും. സ്തോത്രം പറഞ്ഞേട്ടെ. Okay, how Jesus became favorite of his dad? How he is sitting at the right hand of Father God? Correct. പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ് ഇന്ന് വലതുഭാഗത്തിരിക്കുന്നത്. Nowadays, children murmur, my dad doesn't like me, my mom doesn't like me. So this is a message. ബെഞ്ചമിൻ്റെ ഡെഡിക്കേഷൻ നമ്മളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഡാഡിനെയും എൻ്റെ മമ്മിനെയും ഇഷ്ടപ്പെടും. അവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ പറയുന്നതും ഇഷ്ടപ്പെടും. ഇഫ് യു ലൈക്ക് യുവർ ഡാഡ് ആൻഡ് മം, ഓക്കെ, then you will like what they say. Praise the Lord. Hallelujah. രക്തത്താഴ്ചയും ഈ കുഞ്ഞു വളർന്നു വരുമ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മാതാവിനോടും പിതാവിനോടും ചേർന്നിരിക്കുന്ന എൻ്റെ ഡാഡിനെ വിട്ട് എനിക്ക് മാറിയിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ മമ്മിൻ്റെ അടുത്തുനിന്ന് എനിക്ക് പോകുന്ന ഇഷ്ടമല്ല. ഇന്നത്തെ കാലത്ത് പേരൻസിൻ്റെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ജനറേഷൻ്റെ നടുവിൽ, അവരുടെ അടുത്തിരിക്കാൻ ഇഷ്ടമില്ലാത്ത അനേക ആളുകളുടെ നടുവിൽ, അവർ പറയുന്ന കേൾക്കാൻ ഇഷ്ടമില്ലാത്ത തലമുറകളുടെ നടുവിൽ ഈ ബെഞ്ചമിൻ അർത്ഥം പോലെ തന്നെ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് എൻ്റെ ഈ ജനറേഷൻ അനുസരിച്ച് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. തേർഡ് മെസ്സേജ്, അങ്ങനെ വലതുഭാഗത്തിരിക്കുന്ന ജേക്കബിന് അവനോടുള്ള ഇഷ്ടം കൂടിയിട്ട് പറയുന്ന ഒരു അനുഗ്രഹമാണ് ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 27. ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 27. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട്. ജെനസിസ് 49 വേഴ്സ് 27 ആണ്. ചെന്നായി രാവിലെ അവൻ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. സി, ഇസ്രയേൽ മക്കൾ അല്ലെങ്കിൽ ജോസഫിന്റെ ബ്രദേഴ്സ് മിസ്രൈമിൽ വന്നപ്പോൾ, ഡു യു തിങ്ക് ബെഞ്ചമിൻ വാസ് എ സ്മോൾ ചൈൽഡ്? How old was Joseph when he became the prime minister of Egypt? Anyone say? Even though you don't know exact age. Yeah, Ivana. Correct. 30 years ഉണ്ടായിരുന്നു ജോസഫിന്. അപ്പം ബെഞ്ചമിൻ സ്മോൾ ചൈൽഡ് ആയിരുന്നോ? അല്ല. യു വിൽ ബി അറ്റ്ലീസ്റ്റ് 25. പക്ഷെ 25 ആണെങ്കിലും ജേക്കബും ഇങ്ങനെ ആയിരുന്നു. അവൻ 25 ആയിരുന്നപ്പോഴും അവനെ അമ്മയുടെ സാരിത്തുമ്പേ അവൻ പോകത്തില്ല. അവൻ വീട്ടിൽ ഏശാവ് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ജേക്കബ് എങ്ങനെയായിരുന്നു? അവൻ കൂടാരവാസിയാണ്. വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പണിയൊന്നും ചെയ്യാതെ ഉപായിയായിരുന്നു. ഈ ബെഞ്ചമിനും അങ്ങനെ തന്നെ വളരുകയായിരുന്നു. ചേട്ടന്മാർ പോയി അധ്വാനിക്കും, പക്ഷെ ഇവൻ പപ്പ പപ്പ എന്നും പറഞ്ഞ് വിളിച്ച് 25 ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പിള്ളേർ അങ്ങനെ ഉണ്ടെങ്കിൽ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. Hallelujah. When you become old, മർമറിങ് ചെയ്യാൻ മാത്രം, ബാക്ക് ആൻസർ ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ. യു ഷുഡ് ബി റെസ്പോൺസിബിൾ at your home. How my dad work, how my mom make food. ഇതൊന്നും വെറുതെ ഉണ്ടാകുന്നതല്ല. I have a responsibility. സോ ബെഞ്ചമിൻ്റെ ചൈൽഡ് ഡെഡിക്കേഷൻ എല്ലാവർക്കും ഉള്ള മെസ്സേജാ. കൂടാരവാസമൊക്കെ കഴിഞ്ഞു, സ്റ്റെപ്പ് ഫോർവേഡ്, മൂവ് ഫോർവേഡ്, കം ഔട്ട് ഓഫ് ദ ഹോം. വീട് വിട്ട് ഓടാനല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈജിപ്തിൽ വന്നപ്പോൾ ബെഞ്ചമിനെ ചേഞ്ച് ചെയ്തു ദൈവം. ദ കോൺവെർസേഷൻ വിത്ത് ജോസഫ്. ജോസഫ് അവനെ അനുഗ്രഹിക്കുന്നു.
ജോസഫ് അവനെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ വരട്ടെ മകനേ എന്ന്, മോനെ എന്ന് വിളിച്ചവനെ അനുഗ്രഹിക്കുന്നു. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ബെഞ്ചമിൻ became a responsible son in that house. ജേക്കബ് അവനെ നോക്കി പറയാണ്, പലരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരെര പോലും കിട്ടാതിരിക്കുമ്പോൾ, ഒന്നും നേടാൻ കഴിയാതിരിക്കുമ്പോൾ ബെഞ്ചമിനെ ബ്ലസ് ചെയ്ത് പറയാണ്, ഇവൻ നന്നാ രാവിലെ ഇര പിടിച്ചു കയറുന്നു എന്ന് വെച്ചാൽ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ഒരു ബെഞ്ചമിൻ്റെ ബിഗിനിങ് ഡേ തന്നെ, ആ ഒരു ആരംഭ അവേഴ്സിൽ തന്നെ അവന് റിസൾട്ട് കിട്ടുമെന്ന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രെസ് എടുത്തിട്ടും ഒരു റിസൾട്ടും ഇല്ലാതെ പല ബെഞ്ചമിന്മാരും നമുക്ക് ചുറ്റുമുള്ളപ്പോൾ, ഈ ബെഞ്ചമിനെ ഓർത്ത്, അല്ല ഈ ജനറേഷനെ ഓർത്ത് നമുക്ക് പറയാം, ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർ രാവിലെ തന്നെ ഇര പിടിച്ചു കയറുന്നവരായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. The next blessing, Deuteronomy chapter 27 verse 12. എൻ്റെ വൈഫ് ഈ നാളുകളിൽ ബൈബിൾ വണ്ടിക്കകത്ത് യാത്രയ്ക്കിടെ, നല്ലൊരു ഹാബിറ്റാണ് കേട്ടോ, നല്ല കാര്യമാണ്. അപ്പം നമ്മൾ മറ്റ് സംസാരം ഒന്നും ചെയ്യത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല. അപ്പം ഇന്നലെ എനിക്ക് കിട്ടിയ വാക്യമാണ്, ഒന്ന് വായിച്ചാട്ട്. നിങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നിങ്ങൾ യോർദാൻ കടന്ന ശേഷം, ഡ്യൂട്ടറോണമി 27:12 ആണോ? അതെ അതെ, വായിച്ചാട്ടെ. നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗെരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ശിമയോൻ, ലേവി, യഹൂദ, ഇസ്സഖാർ, യോസഫ്, ബെന്യാമിൻ. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ലാസ്റ്റ് വാക്കുകളിലൊന്നാണ്, ഇതുവരെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ അടുത്ത നാളുകളിൽ ജനത്തെ അനുഗ്രഹിക്കേണ്ടത് നിങ്ങൾ എഴുന്നേൽക്കണം. അതിൽ ബെന്യാമീനെ വേർതിരിച്ചു. അവൻ്റെ സ്ഥാനം എപ്പോഴും ഗെരിസീം മലയിലായിരിക്കണം. എന്താണ് ഗെരിസീം മലയുടെ പ്രത്യേകത? ഇസ് എ മൗണ്ടൻ ഓഫ് ബ്ലെസ്സിങ്. അവിടെ നിന്ന് ജനത്തെ അനുഗ്രഹിക്കണം. നമുക്കൊന്നിച്ച് തലമുറകൾക്ക് വേണ്ടി ഈ മെസ്സേജ് ഒന്ന് കൈമാറാം, അല്ല ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് കൈമാറാം. ഇവൻ വളർന്നു വരുമ്പോൾ ഇവന്റെ നിൽപ്പ് ഗെരിസീം മല തന്നെ ആകട്ടെ. He will be a son to bless all nation, all children of God. അനുഗ്രഹം ലഭിക്കുന്നവൻ മാത്രമല്ല, അനുഗ്രഹിക്കുന്ന, അനുഗ്രഹത്തിന് മുഖാന്തരമാകുന്ന ദൈവം നമുക്കൊരു അനുഗ്രഹം തരുന്നത് നമുക്ക് മാത്രമായിട്ട് നമ്മുടെ വല നിറയ്ക്കാനല്ല, ഇത് ഫ്ലോ ചെയ്യണം, ഇത് പോർ ഔട്ട് ചെയ്യണം. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുന്നു. ഈ നാളുകളിൽ പല ബെന്യാമിന്മാരും എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണമെന്ന് മാത്രം കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച് അടുത്ത തലമുറയ്ക്ക്, കൂടെയുള്ളവർക്ക് ആ അനുഗ്രഹത്തെ കൈമാറുന്ന, ഗെരിസീം മല വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാത്ത ഒരു ബെന്യാമീൻ. സ്തോത്രം. എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ എൻ്റെ മേൽ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം, എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരിക്കണം. ഉള്ളുരുകി നമുക്ക് ഈ തലമുറകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. അടുത്ത നാളുകളിൽ ബാങ്ക് ബാലൻസ് കൊണ്ടോ, ആമേൻ, സ്തോത്രവേ, ആമേൻ, ഈ ലോകത്തിൻ്റെ ധനം കൊണ്ടോ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കർത്താവേ, നിന്റെ അനുഗ്രഹം വേണം. സ്തോത്രം. രക്തതാഴ്ചയും. The fifth blessing by Moses, Deuteronomy chapter 33 verse 12. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും, ഞാൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. 4 അനുഗ്രഹമാണ് മോശയിലൂടെ ബെന്യാമിന് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് 4 അനുഗ്രഹം? 1, ഇവൻ യഹോവയ്ക്ക് പ്രിയനായിരിക്കും. ഇവൻ യഹോവയ്ക്ക് പ്രിയനായിരിക്കും. 2, അവൻ്റെ സന്നിധിയിൽ നിർഭയം വസിക്കുന്നവനായിരിക്കും. പലരും പേടിയോടെ ജീവിക്കുമ്പോൾ ഇവൻ എങ്ങനെ വസിക്കുമെന്ന? നിർഭയം വസിക്കും. ദ തേർഡ് ബ്ലെസ്സിങ്, ഇവൻ ദൈവത്താൽ മറയ്ക്കപ്പെട്ടവനായിരിക്കും. എന്ന് വെച്ചാൽ ഇവൻ്റെ ഷെൽട്ടർ, ഇവൻ്റെ റെഫ്യൂജ്, ഇവൻ്റെ വെപ്പൺ, ഇവൻ്റെ കയ്യിലിരിക്കുന്ന വാളോ, ഇവൻ്റെ ചുറ്റുമുള്ള സെക്യൂരിറ്റി ഗാർഡോ അല്ല, പിന്നെ ആരാണ്? ദൈവമാണ് ഇവനെ മറച്ചിരിക്കുന്നത്. ദ ഫോർത്ത് ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ ഗിരികളിൽ ഇവൻ വസിക്കുന്നവനായിരിക്കും. അല്പം മുമ്പ് നമ്മൾ വായിച്ചു ഗെരിസീമില്. ഈ 4 ബ്ലെസ്സിങ് ഈ മോനും വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, റിനോയ്ക്ക് വാനും മാത്രം ഫേവറേറ്റ് ആയിട്ട് പോകാനല്ല,
സൈമണച്ചാനും മേരി ആൻറ്റിക്കും മാത്രം ഹമേൻ സ്തോത്രം നല്ലൊരു ഗ്രാൻഡ് ചൈൽഡായിട്ടിരിക്കാനല്ല, അവൻ വളർന്നു വരുമ്പോൾ യഹോവയ്ക്ക് പ്രിയനായിരിക്കട്ടെ. ഈ കൺട്രിയുടെ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഇന്നിൻ്റെ ആവശ്യം എന്നാ? അടുത്തൊരു ജനറേഷൻ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്നില്ല. സ്തോത്രം. നമുക്കുള്ളൊരുക്കി പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് പ്രിയരായിരിക്കണം. ഞങ്ങൾക്ക് പ്രിയരായിരുന്നാൽ മാത്രം പോരാ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അടുത്തത്, ഇവൻ എവിടെയും വസിക്കൊന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ നിർഭയം വസിക്കുന്നവനായിരിക്കും. ഈ കുഞ്ഞു വളരുമ്പോൾ നല്ലൊരു വീടിൽ താമസിക്കുന്നു എന്നുള്ളതല്ല, അവനെപ്പോഴും ആഗ്രഹം ദൈവസന്നിധി ആകട്ടെ. My dear children, how many of you are here with your own interest today? Are you here with the compulsion of parents? Oh, Sunday, my friends, they sleep up to 12 o'clock, 1 o'clock. Oh, it's my fate. What to do? 1 hour away from my home. I have to get 6 o'clock, 7 o'clock. And 3 o'clock, 4 o'clock only I reach home back. What to do? No, no, no. You are in the presence of God. You are in the presence of God. It's a part of your blessing. Praise the Lord. ഇപ്പം നിങ്ങൾക്കിത് വിഷമമായിട്ട് തോന്നുന്നെങ്കിലും പിന്നീട് ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഈ ബെഞ്ചമിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഇവൻ വളർന്നു വരുമ്പോൾ ദൈവസന്നിധി ഇഷ്ടപ്പെടുന്നവനായി തീരട്ടെ. സ്തോത്രം. അടുത്തതായി, അവൻ ദൈവത്തിൻ്റെ ഗിരികളിൽ, അല്പം മുമ്പ് നമ്മൾ വായിച്ചു, ജനത്തെ അനുഗ്രഹിക്കണേ ഗെരിസിമി നിന്നാലേ ഒക്കത്തുള്ളൂ. അവർക്ക് ഗെരിസിമി തന്നെ നിൽക്കാൻ പറ്റിയില്ല, മുന്നോട്ട് പോകണം. കാര്യം കനാന ഡെസ്റ്റിനേഷൻ. പക്ഷേ ഇതിൻ്റെ ആത്മീക അർത്ഥത്തിൽ നമ്മൾ അതെടുക്കാം. ഒരുവൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഗെരിസിമാരാ. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ദ നെക്സ്റ്റ് മെസ്സേജ് സങ്കീർത്തനങ്ങൾ 68 36 37. സങ്കീർത്തനങ്ങൾ 68, Psalm 68 verse 36 and 37. Psalm 68, 36 and 37. പക്ഷെ നിങ്ങളൊന്നും പ്രൈവറ്റ് റെഫറൻസിന് ശരിയാകത്തില്ലല്ലോ ഇല്ലേ? 68 60 അത് തന്നെ. അതേതാ സിസ്റ്ററെ? ഓക്കെ, താങ്ക് യു. വായിച്ചാട്ടെ അത് തന്നെ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. ദൈവം ബെന്യാമീനെ ഒരു ഹോം ഷെൽട്ടറിൽ നിന്ന് അധ്വാനിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. അടുത്തത്, അവനെ ഒരു വാര്യറാക്കുന്നു, വില്ലാളിയാക്കുന്നു, പോരാളിയാക്കുന്നു. അടുത്തത്, അവനെ അനുഗ്രഹിച്ചു. അടുത്തത്, അനുഗ്രഹം പകരുന്നവനാക്കുന്നു. അടുത്തത്, നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഗാഡ് ചൂസ് ബെഞ്ചമിൻ ആസ് എ ലീഡർഷിപ്പ്. ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആണ് ലീഡർഷിപ്പ് എന്നുള്ളത്. ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വരവിൻ്റെ താമസം എനിക്കറിയില്ല. പരിശുദ്ധാത്മ പിന്നെയും പറയുകയാണ്, നമ്മുടെ തലമുറയിൽ നിന്ന് ചിലർ ലീഡർഷിപ്പിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ലീഡർഷിപ്പിലേക്ക് വരണം. ഹല്ലേലൂയ. ശക്തമായ ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഏത് സൊസൈറ്റി ആണെങ്കിലും, ഏത് ചർച്ച ആണെങ്കിലും, ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഡിസ്പേഴ്സ്ഡ് ആകും. അടുത്ത നാളുകൾ ഈ രാജ്യത്തെ നേതൃത്വം കൊടുക്കുവാൻ, NHS ഹോസ്പിറ്റലുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, ചർച്ചുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, ദൈവിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ നല്ല ബെഞ്ചമിന്മാരെ ദൈവത്തിന് ആവശ്യമാണ്. സ്തോത്രം. ഈ വാക്യം വായിക്കുമ്പോൾ 2 വ്യത്യസ്ത ലീഡേഴ്സിനെ ദൈവം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഇസ്രായേൽ മക്കൾ ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ ദൈവം തന്നെ ഒരു ലീഡറിനെ ചൂസ് ചെയ്ത് കൊടുത്തു. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും ശൗലിനെ. എന്നാൽ ശൗലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് പിന്നീട് നഷ്ടമായത്, അല്ല ദൈവം അവനെ തള്ളിയതല്ല. അപ്പോൾ ദൈവം ആ ഗോത്രത്തെ തിരഞ്ഞെടുത്തു ഒരു ലീഡർഷിപ്പിന് വേണ്ടി. പിന്നീട് അതിനു മുമ്പായിട്ട് നമ്മൾ കാണുന്നതാണ്, ഇസ്രായേൽ മക്കൾ കനാനിലെത്തിയപ്പോൾ രാജാക്കന്മാരല്ല അവരെ ഭരിച്ചത്. പിന്നെ ആരാണ്? ജഡ്ജസ്, ന്യായാധിപന്മാരാണ്.
ആദ്യത്തെ ന്യായാധിപൻ ആരായിരുന്നു? ഒത്നിയേൽ. കറക്റ്റ്. ഒത്നിയേൽ ന്യായാധിപനാകാൻ കാരണം അതൊരു കാലേബ് പിൻപിലുള്ളതുകൊണ്ടാണ്. someone was there behind ഒത്നിയേൽ. കാരണം കാലേബിൻ്റെ സണ്ണിലുമായിരുന്നു. എന്നാൽ യേഹൂദിനെ സംബന്ധിച്ച് പഠിച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു റെക്കമെൻഡേഷനും ഇല്ല. ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. എങ്ങനെയാണ് ട്വിസ്റ്റ്? ഇസ്രായേൽ മക്കൾ മോവാബ്യരാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, മോവാബ്യരാൽ അമോന്യരാൽ അമേൻ ശോഷിച്ചപ്പോൾ ദൈവം ഒരു ബെന്യാമീനെ കണ്ടു. അവനാണ് യേഹൂദ്. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. ആ മോവാബ് രാജാവായ എഗ്ലോനെ മാനുഷിക ആയുധം കൊണ്ടോ കരം കൊണ്ടോ തോൽപ്പിക്കാനൊക്കത്തില്ല. പക്ഷെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു, അവിടെ അവൻ തോൽപ്പിക്കുന്നു. എന്തായിരുന്നു റിസൾട്ട്? ഇതൊരനുഗ്രഹമായിട്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ജഡ്ജസ് ചാപ്റ്റർ 3 വേഴ്സ് 30. നിങ്ങൾ പിന്നീട് ഈ വാക്യം ഒന്ന് വായിച്ചാൽ മതി. ജഡ്ജസ് ചാപ്റ്റർ 3 വേഴ്സ് 30. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥത ഉണ്ടാകുകയും ചെയ്യും. 80 വർഷം ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകാൻ ഒരു ബെന്യാമീനൻ ആവശ്യമായിരുന്നു. ഒരു വീടിന് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ വാളുകൊണ്ടോ വില്ലുകൊണ്ടോ പണം കൊണ്ടോ ജോലി കൊണ്ടോ പറ്റത്തില്ല. ഈ നാളുകളിൽ ചില യേഹൂദുമാർ എഴുന്നേൽക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഈ കുഞ്ഞിനെ തന്ന എന്തിനു വേണ്ടിയാ? ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. ഇവനെ പഠിപ്പിച്ച് ഞാൻ ഡോക്ടർ ആക്കുമെന്നോ അല്ലെങ്കിൽ വേറെ ആക്കുമെന്നോ ഒക്കെ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധി വാഗ്ദത്തം എടുക്കുക. കർത്താവേ, ഈ തലമുറയിലൂടെ ഒരു സ്വസ്ഥത. നിങ്ങൾ ഇന്ന് പൽക്കാലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് ദാനമായി തന്നത് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. ഇന്ന് ഏതെങ്കിലും പേരൻസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അസ്വസ്ഥതപ്പെടുന്നെങ്കിൽ വചനം കൈവച്ച് പ്രാർത്ഥിക്കുക. ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് കരയാനുള്ളതല്ല. He was a son of sorrow. Now he is a son of the right hand. കരയാൻ ഒരു കാലമുണ്ടായിരുന്നു, അസ്വസ്ഥപ്പെടാൻ ഒരു കാലമുണ്ടായിരുന്നു, മാറി നിന്ന് വ്യസിക്കാൻ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ബെന്യാമീൻ മുഖാന്തരം എൻ്റെ കണ്ണുനീര് തുടയ്ക്കപ്പെടും. എൻ്റെ വലങ്കരം ഇപ്പോൾ ശോഷിച്ചിരിക്കുന്നു, പക്ഷെ കരം അത് കർത്താവിനെ ഉയർത്തും. ഇപ്പോൾ ഞാൻ ഞെരുങ്ങുന്നു, പക്ഷേ എൻ്റെ കുഞ്ഞിനെ കർത്താവ് ഒരു യേഹൂദാക്കും. മനുഷ്യന് തോൽപ്പിക്കാൻ കഴിയാത്തതിന് കർത്താവ് അവനെ ഉപയോഗിക്കും. സ്വസ്ഥത തിരിച്ചു തരും. ഹല്ലേലൂയ. ഇതൊരു ചൈൽഡ് എഡ്യൂക്കേഷൻ സർവീസ് ആണെങ്കിലും പരിശുദ്ധാത്മാവിന് വലിയ വ്യാപാരം ഇവിടെ സംഭവിക്കുന്നു. നഷ്ടപ്പെട്ട സ്വസ്ഥതകൾ തിരിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. മോനെ, ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഈ ദൂത് കൈമാറുന്നത്. ഇന്ന് വരക്കാലം കരഞ്ഞെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്നിൽ ചിലത് നഷ്ടമായിരിക്കുന്നു. മനുഷ്യൻ കാണുമ്പോൾ ഓൾറൈറ്റ് ആണ്, പക്ഷേ എനിക്ക് തിരിച്ചു വേണം. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. രണ്ട് രീതിയിലുള്ള നായകത്വമാണ് ബെന്യാമീനെ ദൈവം പരമേൽപ്പിച്ചത്. ഒന്ന്, രാജ്യത്തിൻ്റെ ദേശങ്ങളുടെ അധികാരത്തിൻ്റെ നായകത്വം. രണ്ട്, ആത്മീക നേതൃത്വം. അത് വലിയൊരു ലീഡർഷിപ്പാണ്, സ്പിരിച്വൽ ലീഡർഷിപ്പ്. അതിന് ദൈവം രണ്ട് ബെന്യാമീനരെ ഉപയോഗിച്ചതാണ് എന്നെ വളരെ ടച്ച് ചെയ്തത്. ഒന്ന്, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ when the nation was going through slavery or exile, Ahasuerus was their king. There was no chance for Israelites to come out from that exile. He was a great ruler those days. He was ruling around 127 countries. There was no warriors or rulers or kings to stand against them. പക്ഷെ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വസ്തി രാജ്ഞിയെ നീക്കം ചെയ്യേണ്ടി വന്നു. ദൈവം അവിടെ ഒരു മോർദെഖായി, ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നൊരു മോർദെഖായി എഴുന്നേൽപ്പിക്കുന്നു. ആ മോർദെഖായിലൂടെ തൻ്റെ ബ്രദറിൻ്റെ തൻ്റെ ചിറ്റപ്പൻ്റെ മകൾ, ഉപ്പാപ്പൻ്റെ മകൾ സ്തോത്ര എസ്തേറിനെ രാജാവിൻ്റെ മുമ്പിൽ എത്തിക്കുന്നു. ഒരു രാജ്ഞിയായിട്ട് കൊണ്ടുവന്നുള്ള ശരിയാ, പക്ഷെ ദൈവം അവളെ കൊണ്ടുവന്നത് കൊട്ടാരത്തിൽ വാഴാനല്ലായിരുന്നു, ജനത്തെ വിടുവിക്കാനായിരുന്നു. സ്തോത്രം. മനുഷ്യ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഒരു
ഈ ലോകത്തിലെ ഒരു ഉന്നത സ്ഥാനം. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി നോക്കുമ്പോൾ ഈ ബെന്യാമീൻ മുഖാന്തരം ജനത്തിനൊരു വിടുതൽ. ഈ കുഞ്ഞുങ്ങളെ എനിക്കറിയില്ല, നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. തലമുറകൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈനീട്ടിയാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം, സ്തോത്രം, ഈ ബെന്യാമീൻ മുഖാന്തരം, ഈ നമ്മുടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുഖാന്തരം, സ്തോത്രം സ്തോത്രം സ്തോത്രം, ജനം വിടുവിക്കപ്പെടണം. പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, അധികാരങ്ങളിൽ നിന്ന്, ഇമ്മോറാലിറ്റിയിൽ നിന്ന് ഒരു തലമുറ വിടുവിക്കപ്പെടണം. അതിന് അവൻ ദൈവം ഒരു ബെന്യാമീനെ ഉപയോഗിച്ചു. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഇറ്റ്സ് എ ക്രൂഷ്യൽ ടൈം. ഇത് സൈലന്റ് ആയിട്ടിരിക്കാനുള്ള ടൈം അല്ല. സ്തോത്രം സ്തോത്രം. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പല കുഞ്ഞുങ്ങളെയും ദുഷ്ടപ്പിശാച് സൈലന്റ് ആക്കുമ്പോൾ അധികാരത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ലോർഡ് ഓപ്പൺ their mouth, we need victory. ഹല്ലേലൂയ. അടുത്തതായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു ശൗലിനെ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. 12 അപ്പോസ്തലന്മാർ ശ്രേഷ്ഠന്മാരുണ്ട്. പക്ഷേ അവരുടെ ആത്മിക കണ്ണിന് മറഞ്ഞിരുന്ന അനേക ദേശങ്ങളെ നേടുവാൻ ദൈവം ഒരു ശൗലിനെ എഴുന്നേൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ബെന്യാമീനായ ശൗലിനെ ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് വരാൻ, ഇങ്ങനൊരു നേതൃത്വത്തിലേക്ക് വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു, ഒരു ചാൻസും ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് അനുഗ്രഹമുണ്ടോ, ദൈവത്തിന് പ്ലാൻ ഉണ്ടോ, ചാൻസുകളെ, മാനുഷികമായിട്ടുള്ള ചാൻസുകളെ ഒക്കെ പൊട്ടിച്ച് ദൈവം ചെയ്യാനുള്ളത് ചെയ്യും. സ്തോത്രം. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? സ്തോത്രം. ശക്തന്മാരായ അഭിഷിക്തന്മാർ നമ്മുടെ മധ്യമുണ്ട്. അവരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് നല്ല അനുഗ്രഹമാ കർത്താവിന്റെ ദാസന്മാർ സൂക്ഷിക്കുന്നത്. ആ വചനത്തിന്റെ വെളിപ്പാടുകളൊക്കെ വരണമെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാളുകളിൽ പല ബെന്യാമീന്മാര് കയ്യഫാവിന്റെ, ഹന്നാസിന്റെയും റോമൻ ആർമിയുടെ ഒക്കെ അണ്ടറിൽ ഇങ്ങനെ ഒതുക്കപ്പെട്ടിരിക്കുക. അവർ പുറത്തു വരണം. സ്തോത്രം. The last message. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ആമേൻ. സ്തോത്രം. സമയമില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ബെന്യാമീനെ സംബന്ധിച്ച് ഒരു വാക്യം കൂടെ വായിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ജെനസിസ് ചാപ്റ്റർ 43 വേഴ്സ് 29-30. ജെനസിസ് 43 വേഴ്സ്. തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസഫിന്റെ മനസ്സുരുകിയത് കൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് സ്ഥലം അന്വേഷിച്ച് അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. ഒരു പ്രത്യേക മെസ്സേജ് ദൈവാത്മാവ് ഹേമിച്ചുകൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത്. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെയും ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ സിബ്ലിങ്സിൻ്റെ എണ്ണം വളരെയായിരുന്നു. 7, 8, 10 മക്കളുള്ള വീടുകളുണ്ടായിരുന്നു. ഒരു സൗകര്യവും ഇല്ലായിരുന്നു. കിടക്കാൻ ഒരു പായൊക്കെ ഉള്ളായിരുന്നു. കട്ടിലൊക്കെ കുറവായിരുന്നു. പാത്രങ്ങൾ കുറവായിരുന്നു. പക്ഷേ അന്നത്തെ ഐക്യത ഇന്ന് ന്യൂക്ലിയർ ഫാമിലികളില്ല. 1ഉം 2ഉം മാത്രം ഉള്ളിടത്ത് അവർ തമ്മിൽ പോലും എന്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? പല കുടുംബങ്ങളിലും സഹോദര സ്നേഹമില്ല. മോനെ, സിസ്റ്റർ എന്തിയെ? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് വാണ്ട് ടു ഇൻ്റർഫിയർ ഇൻ ഹെർ മാറ്റർ. മോളെ, ബ്രദർ എന്തിയെ? ഐ ഡോണ്ട് നോ. ഇതൊക്കെ ഒന്ന് മാറ്റിക്കേ. ഈ മെസ്സേജ് ഒരു ബെന്യാമീനും യോസഫും തമ്മിലുള്ള ബന്ധം കണ്ടോ? യോസഫ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സ്നേഹത്തിൻ്റെ ആധിക്യം. സൗരങ്ങളെ, ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ടാകണം. ഇവർ തമ്മിൽ നല്ല സ്നേഹമുണ്ടാകണം. ഇവർ തമ്മിൽ ബിൽഡ് ചെയ്യുന്നവരായിരിക്കണം. ഇവർ തമ്മിൽ അമേൻ സ്തോത്രം, അതെ അമേൻ, കറക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. ഇവർ തമ്മിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരായിരിക്കണം. തെറ്റിൻ്റെ കാര്യത്തിൽ യോജിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങേണ്ട നല്ല സഹോദരങ്ങൾ. ചർച്ച് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ്. സഭ എന്താണ്? ഇതൊരു വീടാണ്. ഈ ബെന്യാമീനെ പറ്റി മെസ്സേജ് പറയുമ്പോൾ യോസഫ് ഒരു മെസ്സേജ് നമ്മളോട് പറയുകയാണ്.
എൻ്റെ വീട്ടിലെ അംഗങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല കുടുംബം. ഒരു ദേശത്തിനുള്ള വിടുതലാണ് യോസഫിലൂടെ എന്ത് ചെയ്തത്? ഒരു രാജ്യത്തിനുള്ള വിടുതൽ. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ സെൽഫിഷായിട്ട് വളരരുത്. അവരെന്ത് വേണം? സഹോദര സ്നേഹത്തോടെ വളരണം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ദയവായിട്ട് കോയർ മുന്നോട്ട് വന്നാട്ടെ. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ നമുക്കൊന്നിച്ച് ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞിനെ അനുഗ്രഹിച്ച് നമ്മളെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഭൃത്യന്മാരും കർത്താവിൻ്റെ ദാസന്മാരും ദയവായിട്ട് ഈ സമയത്ത് മുന്നോട്ട് കടന്നു വന്നാട്ട് പാട്ട് പാടിക്കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സഭയെ എല്ലാവരും എഴുന്നേൽക്കണമെന്നും കൂടെ ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം കൊണ്ടുവരുവാൻ, ഇത്ര നന്മകൾ അനുഭവിപ്പാൻ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ, ഇത്ര നന്മകൾ അനുഭവിപ്പാൻ, എന്തുള്ളേഴയും എൻ ഗ്രഹവും എല്ലാം നിന്ദയൊന്നു നാഥാ, എന്തുള്ളേഴയും എൻ ഗ്രഹവും എല്ലാം നിന്ദയൊന്നു നാഥാ, പാടും ഞാൻ ജീവനുള്ളൊരു കാലത്തോളം, കർത്താവേ നീ എന്നെ സ്നേഹിച്ച പാലിച്ച കൃപ വർണ്ണിക്കും ഞാൻ. കർത്താവേ നീ എന്നെ സ്നേഹിച്ച പാലിച്ച കൃപ വർണ്ണിക്കും ഞാൻ. ദൈവമക്കളെല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റായിട്ട് നമ്മളൊന്നിച്ച് വാത്സല്യ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭ ഒന്നിച്ച് സ്തോത്രം ചെയ്യുകയും സഭ ഒന്നിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ദൈവദാസന്മാർ. നിങ്ങളോടൊപ്പം അതിൽ പങ്കാളികളാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്തുതിപിതാവേ, സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ എനിക്ക് മഹത്വം കരയേറ്റുന്നു. കർത്താവേ, മക്കളെ അങ്ങ് തരുന്ന ദാനമാണ്, നന്ദിയുള്ള ഹൃദയത്തോടെ എനിക്ക് മഹത്വം കരയേറ്റുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ, നന്മകൾ കർത്താവ് തന്നിട്ടുണ്ട്. അതിൽ കർത്താവേ, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, അങ്ങ് തന്നിട്ടുള്ള ദാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തലമുറ എന്നുള്ളത്. ഒരു തലമുറ അങ്ങ് ദാനമായി തരുമ്പോൾ കർത്താവേ, ഈ ലോകത്തിൽ എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഒരു തലമുറ ഞങ്ങൾക്ക് അങ്ങ് തരുമ്പോൾ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞിനെ ദാനമായിട്ട് പ്രിയ മക്കൾക്ക് അങ്ങ് കൊടുത്തപ്പോൾ കർത്താവേ, ഒരു ഊനവും കൂടാതെ, ബുദ്ധിയിലോ വളർച്ചയിലോ ഒന്നും ഒരു ദോഷവും കൂടാതെ അങ്ങ് ദാനമായി കൊടുത്തതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയാന് ശരീരത്തിൽ ബലഹീനയായ സമയത്തെല്ലാം കർത്താവ് കൂടെ ഇരുന്നു. പലപ്പോഴും ചില വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവിടെ ഒന്നും ഒരു ദോഷവും ഭവിക്കാതെ കർത്താവ് സൂക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് ദാനമായി കൊടുത്തതിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വത്സല്യ സൈമണച്ചാനും കർത്താവെ മേരി സിസ്റ്ററിനും സന്തോഷത്തോടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവരെയും സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ദൈവം ദാനമായി കൊടുത്ത തലമുറകളെ കർത്താവിന് വേണ്ടി വേർതിരിച്ച് സമർപ്പിച്ച് വളർത്തിയതിൻ്റെ ഒരു ഫലം കൂടെയാണല്ലോ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യാൻ മുഖാന്തരമായിരിക്കുന്നത്. കർത്താവെ, പ്രിയ റിനോയ്ക്കും ആനും കർത്താവ് അവർക്ക് കൊടുത്ത ദാമ്പത്യ ജീവിതം സ്തോത്രത്തോടെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകാൻ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ മുന്നമേ കർത്താവ് കൊടുത്തു. ഞങ്ങളുടെ സമയമായപ്പോൾ കർത്താവ് വീണ്ടും അവരോട് പ്രസാദം തോന്നി.
നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൺപൈതലിനെ കർത്താവ് ദാനമായി കൊടുത്തല്ലോ. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വചനം പറഞ്ഞ പോലെ കർത്താവെ, ഈ പൈതൽ ഇവൻ സൺ ഓഫ് ദ റൈറ്റ് ഹാൻഡ്, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കത്തക്ക, പിതാവിന് പ്രസാദമുള്ള പ്രിയനാകുന്ന, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന കർത്താവെ, കേവലം റിനോയ്ക്കുവാനും മാത്രമല്ല സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, അവൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പ്രിയനായി, അവൻ്റെ സന്നിധിയിൽ വസിക്കുന്ന, അവൻ്റെ ഗിരികളിൽ വസിക്കുന്ന, കേവലം യാക്കോബിനാലോ യോസഫിനാലോ മാത്രമല്ല മോശയാൽ അനുഗ്രഹം ലഭിക്കുന്ന, കേവലം അനുഗ്രഹം ലഭിക്കുന്നവൻ മാത്രമല്ല, ഗരിസീം മലയിൽ നിന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നവനായി തീരുന്ന, ജനം തോറ്റ് ഭീരുക്കളെ പോലെ ആകുമ്പോൾ ഭയമില്ലാതെ ഒരു യേഹൂദ്, ഒരു ബെന്യാമീൻ മുന്നോട്ട് വന്ന് യുദ്ധം ജയിച്ച് ജനത്തിന് സ്വസ്ഥത സമ്മാനിച്ചതുപോലെ ഇന്ന് ഞങ്ങൾ ഇവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവൻ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന, ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉണരുന്ന ഒരു പോരാളിയായി തീരട്ടെ. കർത്താവേ, ഇവൻ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു നായകനായി, ഒരു ലീഡറായി തീരട്ടെ. ആ തലത്തിൽ നിന്ന് ഒതുങ്ങാനല്ല കർത്താവേ, ഒരു സാധ്യതയുമില്ലാത്തടത്ത് ഒരു മൊർദെഖായുടെയും എസ്തേറിന്റെയും പ്രാർത്ഥനയും സംസാരവും ഒരു രാജ്യത്തിന്റെ വിടുതലിന് കാരണമായതുപോലെ ഇന്ന് ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പൈതൽ വളർന്നു വരുമ്പോൾ ഇവന്റെ വാക്ക്, ഇവന്റെ പ്രാർത്ഥന, ഇവന്റെ ജീവിതം അനേകരുടെ വിടുതലിന് കാരണമായി തീരട്ടെ. ദേശത്തിന്റെ സഭയുടെ വിടുതലിന് കാരണമായി തീരട്ടെ. ഒരു ശൗലിനെ പോലെ അനേകരെ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സുവിശേഷകനായി തീരട്ടെ. കർത്താവേ, സഹോദര സ്നേഹത്തിനൊരു കണ്ണിയായി തീരട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പ്രിയമക്കൾക്ക് അങ്ങ് ദാനമായി കൊടുത്ത പൈതല്, ഹല്ലേലൂയ, അവൻ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് പ്രിയ റിനോയ്ക്കുവാനും ദൈവം ദാനമായി കൊടുത്ത പൈതല് ബെഞ്ചമിൻ, അമേൻ, സൈമൺ, ജോർജ്, എബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാനത്തെ നിങ്ങൾ ദൈവിക പരിജ്ഞാനത്തിലും ശിക്ഷണത്തിലും ദൈവവചനത്തിൻ്റെ അമേൻ അതേ ആ ഒരു ഡിസിപ്ലിനിലും വളർത്തി ഇന്ന് കേട്ട ആലോചനയ്ക്കനുസരിച്ച് പിന്നെ വളർത്തിയെടുക്കുക. കർത്താവ് നിങ്ങളെ രണ്ടുപേരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. രണ്ടുപേരും കൂടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ജോസ് മുമ്പോലോസ് ഇപ്പോൾ ആമേൻ പേരൻസിനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഈ വാത്സല്യ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിനോയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ, നല്ലൊരു കുടുംബജീവിതം ദൈവം നൽകി. കർത്താവ് അനുഗ്രഹിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം നൽകി. ദൈവം മാനിച്ച വിധങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. പ്രിയ സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം അനുഗ്രഹിക്കണമേ, ദൈവകൃപ പകരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പിതാവിന് ആവശ്യമായ സകല നന്മകളും സകല കൃപയും ദൈവം ഉയരത്തിൽ നിന്ന് പകർന്ന് ഹല്ലേലൂയ നടത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവകൃപ കൊണ്ട് പൊതിഞ്ഞാട്ട് പ്രിയ ഹല്ലേലൂയ സ്തോത്രം ചിപ്പിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ തക്ക സമയത്ത് ദൈവം ബലപ്പെടുത്തി ഹല്ലേലൂയ യാതൊരു ക്ലേശം കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട പൈതലിന് ജന്മം നൽകുവാൻ പ്രിയ പൈതലിനെ ദൈവം ഒരുക്കിയല്ലോ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് അവർക്ക് ദാനമായി കൊടുത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ വേണ്ടതായ ദൈവിക ജ്ഞാനം, ദൈവിക പരിജ്ഞാനം, ദൈവകൃപ ദൈവമേൽ പകരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട
നല്ല വിദ്യാഭ്യാസം, നല്ല വഴികളൊക്കെ ദൈവർക്ക് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് പകരുവാൻ അവർക്ക് കഴിയും. എന്നാൽ അതിലൊക്കെ ഉപരി ദൈവിക വഴിയിൽ ഹല്ലേലൂയ ദൈവകൃപയിൽ ഈ കുഞ്ഞുങ്ങളെ വാർത്തുവാൻ ദൈവവരെ ഹല്ലേലൂയ ഒരുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. പ്രിയ മോക്കായി പ്രാർത്ഥിക്കുന്നു. വത്സല്യ കുഞ്ഞിനെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ബാലാഷ്ടം ദൈവം വിടുവിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവസഭയെ ഒന്നിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കുടുംബം ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിന് വലിയൊരു പ്രയോജനമുള്ള കുടുംബമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബം ഹല്ലേലൂയ ദേശത്തിന് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഈ കുടുംബം ഹല്ലേലൂയ ഇരു കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. സമൂഹത്തിൽ മാതൃകയോടെ കർത്താവേ അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേകരെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുന്ന ഒരു കുടുംബമായി കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവരെ ഒരുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശിശാൽ പ്രിയ സേവനിച്ചാനായി പ്രാർത്ഥിക്കുന്നു. മേരിശിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊണ്ടവരെ പൊതിയണം, ദൈവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആനിൻ്റെ പിതാവിനായി പ്രാർത്ഥിക്കുന്നു, മാതാവിനായി പ്രാർത്ഥിക്കുന്നു. സഹോദര കുടുംബങ്ങളെയും ഓർക്കുന്നു കർത്താവേ. അവരുമായി സ്ഥാൻ ദൈവരെ സൂക്ഷിച്ചാട്ട്, സ്വർഗവരെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ, കൃപയിൽ പൊതിഞ്ഞാട്ടെ. മാനവ മൗത്വം അങ്ങെടുത്താണ്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.